SIR കേരളത്തിൽ അത്ര തിരക്കിട്ട് നടത്തുന്നത് എന്തിന് എന്ന ചോദ്യം വളരെ പ്രസക്തമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ SIR വേണ്ട എന്ന കാര്യം വളരെ ഗൗരവത്തോടെ കണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി. കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കേരളത്തിന്റെ വലിയ ജനാധിപത്യ ഉത്സവം എന്ന് പറയുന്നത്. അതിനിടയിൽ ജനങ്ങളെല്ലാവരും വലിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമ്പോൾ തന്നെ തിരക്കിട്ട ഈ നീക്കം ആവശ്യമില്ല എന്നാണ് കേരളം ഒറ്റക്കെട്ടായി അറിയിച്ചത്. ഏതിലെങ്കിലും കേരളം ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇത് മാത്രം. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഹർജിയിലാണ് ഇപ്പോൾ നടപടി സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. ഹർജി അടുത്ത ബുധനാഴ്ച പരിഗണിക്കാൻ വേണ്ടി സുപ്രീം കോടതി മാറ്റിവെച്ചിട്ടുണ്ട്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് സംസ്ഥാന സർക്കാരും കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPI, CPM തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജി പരിഗണിച്ചത്. കേരളത്തിന്റെ ഈ പൊതു ആവശ്യം വളരെ കാമ്പുള്ളത് എന്ന് കരുതിയാകണം കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം പ്രത്യേകമായി പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. SIRന് നിലവിൽ കോടതി സ്റ്റേ നൽകിയിട്ടില്ല എങ്കിലും ഹർജി ഈ ബുധനാഴ്ച പരിഗണിക്കുമ്പോൾ അതും വ്യക്തമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പും SIRും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് കേരളം ഒന്നടങ്കം സുപ്രീം കോടതിയിൽ അറിയിച്ചത്. SIR തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനെ ബാധിക്കുക തന്നെ ചെയ്യും. ഉദ്യോഗസ്ഥരെ 2 ചുമതലകൾക്കുമായി നിയോഗിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഭരണനിർവഹണത്തെയും സ്തംഭിപ്പിക്കുമെന്നാണ് സംസ്ഥാനം അറിയിച്ചത്. അതുപോലെ തന്നെ ഇങ്ങനെ തിരക്കിട്ട് നോട്ടീസ് പോലും നൽകാതെയുള്ള വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നിയമവിരുദ്ധമാണ് എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന വാദം. നിയമത്തിന്റെ പിൻബലമില്ലാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നു. 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കുന്നത് ആധികാരികയില്ലാത്ത നടപടിയാണ്. രേഖകൾ നൽകാത്തവരെ ഒഴിവാക്കാനുള്ള തീരുമാനം ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമാണ് എന്നാണ് മുസ്ലിം ലീഗും കോൺഗ്രസും CPMഉം ഒക്കെ സുപ്രീം കോടതിയിൽ എടുത്തിരിക്കുന്ന നിലപാട്. ഏതായാലും തിരക്കിട്ട് നടത്തുന്ന പരിഷ്കരണത്തിലൂടെ അർഹരായവർ പോലും പുറത്താകും എന്നുള്ള ആശങ്കയുള്ളത് കൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ ഇങ്ങനെയൊരു ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കുന്നത് ചില അട്ടിമറികൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണെന്ന് എല്ലാവരും പറയുമ്പോൾ തന്നെ BJP ഇതിനെതിരെ ഒരക്ഷരം മിണ്ടാത്തത് അവരാണ് ഈ അട്ടിമറിയുടെ പിന്നിലെന്ന് വളരെ വ്യക്തമാവുകയും ചെയ്യുന്നു. ഏതായാലും അടിയന്തരമായി അടിച്ചേൽപ്പിക്കുന്ന ഈ പരിപാടിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത് തന്നെ കേരളത്തിന്റെ വിജയമാണ്.